എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ ഉമ്മൻചാണ്ടി സ്തുതി കേട്ടപ്പോഴത്തേക്ക് ഇങ്ങനൊരു കാർട്ടൂൺ വരയ്ക്കാൻ കഴിയില്ലെന്നൊരവസ്ഥയിൽ ഞാൻ എത്തി. അപ്പോഴാണ് ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. ഇങ്ങനെ ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഉണ്ടോയെന്ന് ഞാൻ ആലോചിക്കുന്നു. ഉമ്മൻചാണ്ടിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ യശസ്സും സൽപ്പേരും കളഞ്ഞു കുളിക്കാനായിട്ട് അങ്ങ് തുനിഞ്ഞിറങ്ങിയ ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പേര് നാവൻ തുമ്പിൽ നിന്ന് ഒന്നും അടർന്നു വീഴാതിരിക്കാൻ മനഃപൂർവ്വം ഒരുപാട് പാടുപെട്ട ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ ഉമ്മൻചാണ്ടിയുടെ 1-ാം ചരമവാർഷിക ദിനത്തിൽ അതിൻ്റെ ഈ പ്രസംഗത്തിൽ പറയുകയാണ്. ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ഈ ഉമ്മൻചാണ്ടിയെ പ്രശംസിക്കാനായിട്ട് അവസരം കൊടുത്തത് ഈ ഉമ്മൻചാണ്ടിയുടെ മകനും ഭാര്യയുമാണ്. ഇത്രയും അധപ്പതിക്കാമോ ഒരു രാഷ്ട്രീയം എന്ന് നമുക്ക് തോന്നിപ്പോയി. ഈ ചാണ്ടി ഉമ്മൻ്റെയൊക്കെ അവസ്ഥ അതുതന്നെയാണ്. ഏത് രാഷ്ട്രീയ സാഹചര്യവും തനിക്ക് അനുകൂലമാക്കാനായിട്ട് അനിതര സാധാരണമായ കഴിവുള്ള ഒരു കുറുക്കനാണ് സത്യം പറഞ്ഞ പിണറായി വിജയൻ. ആ കുറുക്കൻ്റെ കക്ഷത്തിൽ ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ കൊണ്ട് തല വെച്ച് കൊടുത്തിരിക്കുകയാണ്. പ്രതിസന്ധിയിലും തകരാതെ മുന്നോട്ട് പോയ ഒരാളെന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി അങ്ങേയറ്റം പ്രശംസിച്ച് സംസാരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി. അപ്പം മുഖ്യമന്ത്രിയുടെ അവസ്ഥ എന്തുവാണിപ്പോൾ? ഈ അണികളെല്ലാം ഓടിച്ചിട്ട് തല്ലുന്ന അല്ലെങ്കിൽ കരിവാരി എറിയുന്ന ഒരു അവസ്ഥയിലാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളിൽ നിന്നും ഇദ്ദേഹത്തിനെതിരായിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം, അഴിമതി, മാസപ്പടി, പിടിപ്പുകേട്, കഴിവില്ലായ്മ, ഈ വിലക്കയറ്റം, ഈ വക ഇദ്ദേഹത്തിൻ്റെ പിടിപ്പുകേടിനെക്കുറിച്ചുള്ള ഓരോ ആരോപണങ്ങളാണ് ഓരോ സഹാവും പറയുന്നത്. അങ്ങനെ പറഞ്ഞ് പാർട്ടി മുഴുവൻ എതിരായിരിക്കുമ്പോഴും കഴിഞ്ഞ മുഖ്യമന്ത്രിയെക്കുറിച്ച് കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പോലും കേരളത്തിൻ്റെ മഹത്തായ ഒരു വികസന ചരിത്രത്തിലെ നാഴികക്കല്ലായ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തിൻ്റെ പേര് പോലും ഈ നാട്ടിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിച്ച ഇദ്ദേഹം ഈ ഉമ്മൻചാണ്ടിയുടെ ഫാമിലിയെ വിലക്കെടുത്ത് ഉമ്മൻചാണ്ടിയെ കൊണ്ട് കുറേ നല്ലത് പറയിക്കുകയാണ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. ഈ ചാണ്ടി ഉമ്മൻ്റെ കാര്യവും ഈ പിണറായിയുടെ കാര്യവും ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓരോ ദിവസത്തെയും വാർത്തകളും ജനങ്ങൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. രോഗത്തിൻ്റെ മൂർധന്യതയിലും ചിരിക്കുന്ന മുഖവുമായി നിലകൊണ്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിജീവന പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ ഉത്തമ മാതൃക തീർത്താണ് വിടവാങ്ങിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്രേ. എൻ്റെ ദൈവമേ, ഇത് ഭയങ്കര ഒരു പുണ്യാളനാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പോലും ആ ശവകലർന്ന് എണീറ്റ് ഓടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ ഈ മുഖംമൂടി പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് മനോരമയിൽ വന്ന ആ വാർത്തയാണ് ഇത്. എന്നാൽ അതിൻ്റെ റഫ് ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് ഞാൻ കാണിക്കുകയാണ്. സ്വന്തം പാർട്ടിക്കാരനായത് അച്യുതാനന്ദനെ പോലും വെറുതെ വിടാത്ത ആളാണ് ഇദ്ദേഹം. നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കടക്കാം.